ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. YT സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്രകാരം ടേക്ക് ദി സർവേ എന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇത് വരുന്നുണ്ട്. അതായത് ഈ ഒരു സർവേ ഇത് നമ്മൾ നിർബന്ധമായും എടുക്കുക. ഈ ഒരു സർവേ വളരെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കുറേ സമയമെടുത്തെല്ലാമാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഏകദേശം 3/4 മണിക്കൂറെല്ലാം ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു സർവേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ സർവേ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് ഒരുപാട് ഗുണങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ കണ്ടൻറ്റ് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന്, അതുപോലെ നമുക്ക് ഇവിടെ കുറേ ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ എത്തരത്തിലുള്ള കണ്ടൻറ്റാണ് ചെയ്യുന്നത് എന്നതെല്ലാം ഇതെല്ലാം പ്രോപ്പറായി നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ സർവേ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിന് ഒരുപാട് ഗുണമെല്ലാം കിട്ടും. അതിനാൽ തന്നെ വളരെ ലൈറ്റായി ഈ ഒരു കാര്യത്തെ എടുക്കാതിരിക്കുക. വളരെ കറക്റ്റായി സമയമെടുത്തെല്ലാം തന്നെ ഈ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നല്ല ബെനിഫിറ്റ് എല്ലാം ലഭിക്കുന്നതാണ്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമ്മുടെ YT ആപ്ലിക്കേഷനിലെ ഹോം പേജിൽ ഇവിടെ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നത് ഇത് ഇപ്പോൾ US ഡോളറിലെല്ലാമാണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുന്നത് എന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് റവന്യൂ എല്ലാം വന്നിരിക്കുന്നത് എന്നെല്ലാം ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏൺ എന്നതിന് താഴെ കറൻസി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ INR എന്ന് സെലക്ട് ചെയ്യുക. അതായത് ഇന്ത്യൻ റുപ്പീസ് എന്നത് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ചെയ്ത് നമ്മുടെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ഇവിടെ റീഫ്രഷ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ റവന്യൂ ഇത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ നമുക്ക് വന്നിരിക്കുന്ന റവന്യൂ എല്ലാം ഇത് എത്രയാണ് എന്നെല്ലാം നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാനെല്ലാം സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്